നമസ്കാരം. ഒടുവിൽ ആ തീരുമാനം വരുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുന്നതിന് വേണ്ടി ഏകദേശ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന തീരുമാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. ഇതിനിടയിൽ LDF സുധാകരനുമായി നടത്തിയ എല്ലാ അനുനയ നീക്കങ്ങളും പാളിയിരിക്കുന്നു. ഇനി സുധാകരനുമായി അനുനയ ചർച്ചയില്ല എന്ന് CPM-ന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചതോടുകൂടി അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കും എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമ്പലപ്പുഴയിൽ തനിക്ക് സീറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ വൈസ് പ്രസിഡന്റായ AA ഷുക്കൂർ രംഗത്തെത്തിയിട്ടുണ്ട്. തനിക്ക് സീറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിലെ എല്ലാ സ്ഥാനമാനങ്ങളും താൻ രാജിവെക്കും എന്ന് ഷുക്കൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഷുക്കൂറിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ VD സതീശനും AICC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വേണുഗോപാലുമെല്ലാം തീർത്തും വിഭിന്നമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേണുഗോപാൽ പറഞ്ഞതാവട്ടെ, ആര് മത്സരിക്കണം എന്നുള്ളതല്ല, വിജയസാധ്യതയുള്ള ആളുകളെ മാത്രമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും UDF-ഉം തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതാകട്ടെ, ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരേണ്ടതില്ല, പാർട്ടി തീരുമാനിക്കും, പാർട്ടിയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതുകൊണ്ട് താനാണ് സ്ഥാനാർത്ഥി എന്നുള്ള ചുമരെഴുത്തുമായി സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ആരും രംഗത്തേക്ക് വരേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ AA ഷുക്കൂർ ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. അമ്പലപ്പുഴ സീറ്റ് തനിക്ക് അവകാശപ്പെട്ടതാണ്, താൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നു, ആ സീറ്റ് തനിക്ക് തന്നെ വേണം എന്നാണ് പറയുന്നത്. ജി സുധാകരനാവട്ടെ CPM നേതൃത്വവുമായി പരസ്യമായി തന്നെ പിണങ്ങിപ്പിരിഞ്ഞ് ഇടഞ്ഞു നിൽക്കുന്നു. ഇനി CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിൽ താനില്ല. മെമ്പർഷിപ്പ് സ്ക്രൂട്ടൈനിങ്ങിൽ നിന്നും അദ്ദേഹം പുറത്ത് മാറി നിന്നു. ഇതിനിടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ സുകന്യ അടക്കമുള്ള നേതാക്കൾ ആലപ്പുഴയിൽ ജി സുധാകരന്റെ വീട്ടിലെത്തി അനുനയ നീക്കം നടത്തുകയുണ്ടായി. എന്നാൽ ആരുമായും താൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്നാൽ ഇനിയൊരു അനുനയ നീക്കത്തിന് സാധ്യതയില്ല എന്ന തരത്തിൽ തന്നെയാണ് സുധാകരൻ തന്റെ വാക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPM-ന്റെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകളും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ ഇനി സുധാകരനുമായി യാതൊരു തരത്തിലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കില്ല, അനുനയ ചർച്ചയ്ക്കില്ല. സുധാകരൻ്റെതായ വഴികൾ സ്വീകരിക്കാം. സുധാകരന് വേണമെന്നുണ്ടെങ്കിൽ CPM-ൽ മെമ്പർഷിപ്പുമായി മുന്നോട്ട് പോകാം, അല്ല എന്നുണ്ടെങ്കിൽ സുധാകരൻ്റെതായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന തീരുമാനങ്ങൾ. CPM-ഉം സുധാകരനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുകയുണ്ടായി, മന്ത്രിയാക്കുകയുണ്ടായി. ഇതെല്ലാം പാർട്ടി സുധാകരന് വേണ്ടി നൽകിയ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. അത് മറന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിരക്കാത്ത രീതിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സുധാകരൻ സ്വയം ഇത്തരം വിമർശനങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ പിടിവാശികളോ കാണിക്കാൻ പാടില്ല എന്ന മനോഭാവമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെന്തു തന്നെയായാലും CPM-ന്റെ അനുരഞ്ജനങ്ങൾ ഇനിയില്ല, സുധാകരനുമായി അനുരഞ്ജന ചർച്ചയില്ല എന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ UDF-ഉം ആ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും UDF പിന്തുണ കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഈ തീരുമാനങ്ങളോട് വിയോജിപ്പുമായി മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.